അപ്പൊ ആനന്ദത്തിന് ശേഷം പിന്നെ ഒരു ഒരു നീണ്ട ഗ്യാപ്പ് ഉണ്ടായോ? കുറച്ച് വലിയ ഗ്യാപ്പ് ഉണ്ടായോ? യമണ്ടൻ പ്രേമകഥയല്ലേ പിന്നെ ചെയ്തത്? അല്ല, ഞാൻ യമണ്ടൻ തേർഡ് ആയിരുന്നു. വെളിപാടിന്റെ പുസ്തകം സെക്കൻഡ് നെക്സ്റ്റ് ചെയ്ത പടം. ഓക്കെ, അതൊരു സാറിന്റെ പടമായിരുന്നു. അതൊരു 9 months വെയിറ്റ് ചെയ്തിട്ട് അടുത്ത പടം കിട്ടിയ. സോ 9 months എന്തായിരുന്നു മനസ്സിന്റെ ഉള്ളിൽ തോന്നിയ വിങ്ങലുകൾ, തത്രപ്പാടുകൾ? അത് തത്രപ്പാടല്ലോ, നമ്മളെടുത്ത ഡിസിഷൻ ശരിയാണോ, ഹോപ്പ്, ഡിസ്പെയർ, കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മള് ആ ഒരു എല്ലാം നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ് വിശ്വസിച്ച് ചെയ്യുന്നല്ലേ. നമ്മുടെ ഒരു കുറെ പേര് എതിർക്കാനുണ്ട്. പേരൻസിന് വറിയാണല്ലോ ബേസിക്കലി. അപ്പോൾ അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പം നമ്മളൊരു ഇതൊരു ഗട്ട് ഫീലിങ്ങിന് പുറത്തെടുക്കണം. അപ്പം ശരിയാവും. അതിന് പതുക്കെ ഒരു ഒത്തിരി നാളായപ്പോഴത്തേക്കും എറണാകുളത്തോട്ട് മാറി, വീട്ടിൽ നിന്ന് മാറി. അപ്പം ഇറ്റ്സ് നോട്ട് ഈസി ആ സമയത്ത്. പിന്നെ ഗുണമുണ്ടായെന്ന് വെച്ചാൽ അവർക്ക് ഓക്കെ, അവൻ വർക്കിന് പോയാന്നുള്ളൊരു ഇതുണ്ട്, അവൻ തോന്നലുണ്ട്. അപ്പൊ എനിക്കും ഒരു സമാധാനമുണ്ട്. പേരൻസിന്റെ ഇപ്പോഴും അവരുടെ ഒരു ആദ്യം ഉണ്ടല്ലോ, അവര് ടോർച്ചറിങ് സിറ്റുവേഷൻ ഒന്നുമല്ല, ബേസിക്കലി ടെൻഷൻ. പിന്നെ സമൂഹം ഉണ്ടല്ലോ, ചുമ്മാ ചോദിച്ചു മോനിപ്പോ ഏതാ അടുത്ത പടം, മോനിപ്പോ ഇതൊന്നും ഇല്ലെങ്കിലും പേരൻസിന് ബുദ്ധിമുട്ടാവും. പിന്നെ ചിലവരിപ്പം സിനിമയാണല്ലോ, വേറെ ജോലിയൊന്നും ഇല്ലേ, ആ പരിപാടി. ഇപ്പം സിനിമ ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യാൻ മിക്കവർക്കും അറിയത്തില്ല. ഇപ്പൊ ചേച്ചി ആദ്യം പറഞ്ഞ പോലെ സോ പിന്നെ ഇപ്പം ശരിയായി വരുന്നു, ഓൺ ട്രാക്ക്. ഇപ്പൊ എല്ലാ ആക്ടേഴ്സിനും ഈ ഫേസ് കടന്നു പോകണം, എല്ലാ ആക്ടേഴ്സും. തീർച്ചയായിട്ടും സിനിമ, എനിക്ക് തോന്നുന്നു സിനിമയിൽ എത്തിപ്പെടാൻ ഇത്ര ബുദ്ധിമുട്ടില്ല അല്ലേ. വന്നതിന് ശേഷമുള്ള ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മുടെ ഒരു അപ്ഗ്രഡേഷൻ നടത്താനാണ് കൂടുതലും ബുദ്ധിമുട്ട്. പിന്നെ ഒരു സക്സസ്ഫുൾ ഫിലിം ആയിരുന്നു ആനന്ദം. അത് കഴിഞ്ഞുകൊണ്ട് വേറൊരു പ്രോബ്ലം, ഒരു സക്സസ്ഫുൾ ഫിലിം നല്ല പടമാണ്, പിന്നെ എനിക്ക് പടമൊന്നും കിട്ടാത്തത്. അങ്ങനെ ഒരു ചിന്ത ഫിലിംസ് വരുന്നുണ്ട് ഓഫ് കോഴ്സ്. ആനന്ദം കഴിഞ്ഞ അത്യാവശ്യം സ്ക്രിപ്റ്റ്സ് ഞാനും ഇപ്പൊ റോഷനും വിശാഖും തോമസ് എല്ലാം കേട്ടു. പക്ഷെ ഞങ്ങൾക്ക് വരുന്ന എല്ലാം ആ കോളേജ്, ഇപ്പൊ എന്റെ അതേ ജോണർ, പിന്നെ എന്റെ അതേ ഡയലോഗ്, ഐ മീൻ ക്യാരക്ടർ പോലെ ഒത്തിരി സംസാരിക്കാനില്ല, ഭയങ്കര ലീഡർ ആയിരിക്കും. അപ്പൊ ഞാൻ വീണ്ടും ചെയ്താൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് തന്നെ ഇഷ്ടപ്പെടില്ല. സോ ഐ തോട്ട് ഇച്ചിരി ഒന്ന് ടേക്ക് കെയർ ചെയ്തിട്ട് അടുത്തത് ചൂസ് ചെയ്യാം. സാറിന്റെ ഫിലിം വന്നപ്പോ ഐ കുഡന്റ് സേ നോ. ലാൽ സാർ, അതെ ഓഫ് കോഴ്സ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ ഭയങ്കര ഡ്രീം കം ട്രൂ ആയിരുന്നു എനിക്ക്. ലാലേട്ടനാണ് എൻ്റെ ഫേവറേറ്റ് ആക്ടർ. സോ ഞാൻ പണ്ട് പോലെ എൻ്റെ വീട്ടിലൊക്കെ പോസ്റ്റർ ആകെയുള്ളൂ ലാൽ സാറിന്റെ. പണ്ട് വനിതയിലൊക്കെ ലാൽ സാറിന്റെ ഇടയ്ക്കൊക്കെ കവർ ഫോട്ടോസ് ഒക്കെ വരും, ഓണം സ്പെഷ്യൽ, ക്രിസ്മസ് സ്പെഷ്യൽ. വീട്ടിലൊക്കെ ഡബിൾ ചെയ്ത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വളരെ നല്ല ബ്ലെസ്ഡ് എന്ന ഫീൽ ഉണ്ട്. അതിന്റെ റിസപ്ഷൻ, സിനിമ എങ്ങനെ ഇരിക്കുന്നൊന്നുമല്ല, പക്ഷെ എൻ്റെ ഒരു അത് സിനിമ സക്സസ് ആണോ അതൊന്നുമല്ല, ഒരു ആക്ടറിനെ സംബന്ധിച്ച് നല്ല ആൾക്കാരോട് വർക്ക് ചെയ്യാൻ, നല്ല റോൾസ് ചെയ്യാം, സന്തോഷമുള്ള. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്തത്. തീർച്ചയായിട്ടും ഒരു ആത്മനിർവൃതി. അതിൽ ലാൽ ജോസ് സാറിന്റെ പടം ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ മീൻ എന്താ പറയാ, ലാൽ ജോസ് സാർ. പക്ഷേ ആനന്ദ് ഒരു ഇമ്മച്ചുവർ ഒരു പിള്ളേർ സെറ്റ് പടം, അവിടുന്ന് നേരെ ലെജൻസുമായിട്ട് വർക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് 10 days എനിക്ക് ഇച്ചിരി ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. സ്ട്രേറ്റ് ടു ദ ബെസ്റ്റ് ആക്ടർ, വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ കൺട്രി, ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് കേരള. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ജിമിക്കി കമ്പനി അത്യാവശ്യം സക്സസ്ഫുൾ ആയി. പേർക്സ് ഓഫ് കോഴ്സ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. എനിക്ക് ഇതുവരെ എടുത്ത പടങ്ങളൊന്നും റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നു, എല്ലാം ഹാപ്പിയാണ്. വളരെ ചുരുക്കമേ ഉള്ളൂ എന്നാലും.